അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ജെന്യുവൻ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ യൂഷ്വലി പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാൻ എന്നെ ആരും അപ്രോച്ചും ചെയ്തിട്ടില്ല കേട്ടോ. സോ ബേസിക്കലി ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ജെന്യുവനായിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ജെന്യുവൻ റിവ്യൂ ചെയ്യാനാണ് ഇന്ന് വന്നത്. ആക്ച്വലി അവർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം. എനിക്ക് ചില സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുമ്പം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇങ്ങനെ റിവ്യൂ കൂടെ പറയും. അപ്പം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട്, പ്രത്യേകിച്ച് സ്കിൻ കെയറും കാര്യങ്ങളുമൊക്കെ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിനകത്ത് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ എനിക്ക് എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നത്തെ എൻ്റെ റിവ്യൂ സ്കിൻ കെയർ പ്രോഡക്റ്റോ ഹെയർ കെയർ പ്രോഡക്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് യങ് ടാലൻസ് ഉണ്ട്. ഒരുപാട് പേര് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം ചിലർ പറ്റിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേര് പറ്റിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ അതിനിടയിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ ഓണം അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഹെയർ ക്ലിപ്പോ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ളതുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു നെയിമാണ് കഡിൽസ് ആൻഡ് ഗിഗിൾസ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഫോളോവേഴ്സൊക്കെ ഭയങ്കര കുറവാട്ടോ, ഭയങ്കര കുറവാണ്. അവർക്ക് റീച്ച് ഭയങ്കര കുറവാണ്. കേരളത്തിൽ തന്നെയുള്ള ഒരു ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. എനിക്ക് അവരുടെ പേജിലിട്ടിരിക്കുന്ന കുറേ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടാലൻറ്റഡ് ആണ്, ഭയങ്കര ലുക്കാണ്, ഭയങ്കര ക്രിയേറ്റീവാണ്. ഓരോരോ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ബോയും ക്ലിപ്പും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളി ഒരു ടാലൻ്റ് അല്ലേ. അപ്പം ഇങ്ങനെ യങ് ടാലൻസ് ചിലത് റിയലി നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ കൊണ്ടുവന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. അപ്പം ഞാൻ കക്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 2 സെറ്റായിരുന്നേ. അപ്പം ഇതാണ് ആക്ച്വലി, കാണാമോ, കഡിൽസ് ആൻഡ് ഗിഗിൾസ് എന്ന് പറഞ്ഞിട്ട്. ആനയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അത് എംബ്രോയ്ഡറി എന്ത് വർക്കാണെന്നറിയത്തില്ല. ആനയുടെ നെറ്റിപ്പട്ടം വരെയുണ്ട്. ഇതൊരു ബോയും ഇതിന് 2 ക്ലിപ്പും ഉണ്ട്. എനിക്ക് ബോയേക്കാളും ക്ലിപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതുണ്ടോ, എന്ത് അടിപൊളി, എന്ത് സൂപ്പറായിട്ടാണ് നെറ്റിപ്പട്ടം അവർ ആ ക്ലിപ്പിൽ ചെയ്തേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. പിന്നെ ഇതൊരു സിൽവർ കളറിലാണ് വരുന്നത്. പിന്നെ ഒരെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തുക്കുട ഉണ്ടായിരുന്നു. മുത്തുക്കുടയുടെ ബോയ് ഇങ്ങനെയായിരുന്നു കേട്ടോ. മുത്തുക്കുടയുടെ ബോയ് ഇങ്ങനെയായിരുന്നു. ഇത് ഞാൻ കുഞ്ഞിനെ ഓണത്തിന് ഇടിപ്പിച്ചായിരുന്നു. നല്ലതായിരുന്നു, നല്ല ഭംഗിയുള്ളായിരുന്നു. ഇതിനൊത്തിരിയൊന്നും ആയിട്ടില്ല. ഒരു സെറ്റിന് 350 ആയതേ ഉള്ളൂ കേട്ടോ. ഞാൻ 700 പേ ചെയ്തത്. ഇത് ഇങ്ങനെ വരുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ മുടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെയായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതുപോലെ പലതും ഉണ്ട് കേട്ടോ. അവർക്ക് ഒത്തിരി ഉണ്ട്. അവരുടെ പേജിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് ഞാൻ ഷെയർ ചെയ്ത് തരാം, ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അതുപോലെ അവരുമായിട്ടുള്ള അപ്രോച്ച് എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതുപോലെ അയച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഫീഡ്ബാക്ക് ചോദിച്ചു. ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. എനിക്ക് ചെറിയ സജഷൻ ഉണ്ടായിരുന്നു, അതും ഞാൻ പറഞ്ഞു. അത് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ എടുത്തു. അപ്പം അങ്ങനെയുള്ള യങ് ടാലൻസിനെയൊക്കെ കുറച്ച് നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പം ഇനി ഞാൻ ഈ വീഡിയോ എടുത്തിട്ടായിരിക്കും ഞാനിനി പറയാൻ പോകുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ നേരത്തെ ഇതിൽ വരച്ചിട്ട് ആവണം ഇത് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. എല്ലാ ഫങ്ഷൻസിനും അതായത് രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കക്ഷി ഉണ്ടാക്കുന്നുണ്ട്. ഓണത്തിന് ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിന്. പക്ഷെ ഞാൻ ഇത് 2 ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം അതെനിക്കിന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ജെന്യുവനായിട്ടുള്ള ആൾക്കാർ ജെന്യുവനായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഒരുപാട് തട്ടിപ്പൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ. പക്ഷേ എനിക്ക് നല്ല ഡ്രസ്സുകളും കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടിയുള്ളത്. വലിയവരുടെ തട്ടിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോസിനകത്ത്. മറ്റേ മൂൺ ഗോഡസൊക്കെ നല്ല സൂപ്പറായിട്ടായിരുന്നു എന്നെ പറ്റിച്ചതെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ കംപ്ലീറ്റ് പോവായിരുന്നു. സോ
ഞാൻ വീണ്ടും ആ പേരൊന്ന് കാണിച്ചു തരാം. ഇത് കഡിൽസ് ആൻഡ് ഗിഗിൾസ് എന്നാണേ. ഇത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തിരിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ കഡിൽസ് ആൻഡ് ഗിഗിൾസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇതവരെനിക്ക് തോന്നുന്നു ഇതൊക്കെ അവർ വരച്ചേക്കുകയാണെന്ന്. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ട്. രണ്ടും പലതും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ വരയ്ക്കുന്നതാണ് ഈ ലോഗോ. കണ്ട് ഈ ലോഗോ ഉണ്ട്, രണ്ടും രണ്ട് രീതിയാണ്. അപ്പം ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഞാനത് ലിങ്ക് എന്തായാലും ഇടുന്നതായിരിക്കും. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, സംസാരിച്ച് നോക്കുക, നിങ്ങളുടെ ഫങ്ഷൻസിനൊക്കെ വാങ്ങിക്കുക. ഞാൻ ആ പേജും ഇതിൻ്റെ കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ബൈ.